എന്താ പറയാ കൺസെപ്റ്റുകളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു കൊച്ചു സിനിമയാണ്. ഞാൻ ഒരു ഗ്രാമത്തിന് മൊത്തം കള്ളന്മാർ, ഓക്കെ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ വന്നതാണ് മനസ്സാവാച. അത് ഞാൻ ഏഷ്യാനെറ്റിൽ പോയി കുറേ പ്രോഗ്രാം ചെയ്തു. എ ഓട്ടോ, ഐ ലവ് യു, ജാക്ക് ആൻഡ്. അപ്പോൾ അവിടുന്ന് അഭിനയം തലയ്ക്ക് പിടിച്ചു. അവിടുന്ന് തുടങ്ങിയതാണ്. നിന്റെ തൂക്കം എത്രയാന്ന് ചോദിക്കുന്നത്. വളരെ 60 സംതിങ് ആണ് പറയണത്. കഥകള് എഴുതി വെച്ച സ്ക്രിപ്റ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഈ ഒരു അവസരം തരാം. സ്റ്റോറീസ് വഴി നമുക്കും ഇപ്പം ഇന്ന് പുതിയൊരു മലയാള സിനിമയിലെ സംവിധായകൻ, മനസ്സാവാച എന്ന സിനിമയുടെ സംവിധായകനായ ശ്രീകുമാർ പൊടിയനാണ് നമ്മൾക്കൊപ്പം. അപ്പോൾ ശ്രീകുമാർ, പറയൂ, എന്താണ് വിശേഷം? പറയൂ. എന്താ പറയാ, വിശേഷം നമ്മുടെ സിനിമയാണ്. വർഷങ്ങളുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നമായിരുന്നു സിനിമ, അഭിനയം, ഡയറക്ഷൻ ഒക്കെ. യാദൃശികമായിട്ടല്ല, കഷ്ടപ്പെടലിന് പുറകെ ഉള്ളൊരു റിസൾട്ടാണ്. എൻ്റെ സുഹൃത്ത് കിരൺ, പുള്ളിക്കാരനാണ് ഈ പ്രോജക്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ ഉന്തിത്തള്ളി, ഓക്കെ നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ് മനസ്സാവാച. കലാജീവിതം തുടങ്ങുന്നത് ജവഹർലാൽ ബാലഭവന്റെ മണ്ണിൽ നിന്നാണ്. ചെറുപ്പം മുതലേ ബാലഭവനിൽ വന്ന് ഇന്നിപ്പോ ഒരു സംവിധായകനായി ഈ ബാലഭവന്റെ ഈ തിരുമുറ്റത്ത് വന്നിരിക്കുമ്പോൾ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ എൻ്റെ അമ്മേന്ന് തന്നെ തുടങ്ങാം. എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. മോഡൽ ഗേൾസ് സ്കൂളിൽ ടീച്ചറാണ് അമ്മ. ഇപ്പോൾ ഈ ഡിസംബറിൽ മരിച്ചു. അമ്മയാണ് ശരിക്കും തന്നെ ഈ ഒരു ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറ്റിയത്. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ എനിക്കൊരു എന്താ പറയുക, അവിടെ ടീച്ചർ പറഞ്ഞു, കണ്ടശാങ്കടവ് സ്കൂളിൽ ഒരു എന്താ പറയുക പ്രച്ഛന്നവേഷ മത്സരം ഉണ്ട്. അപ്പോൾ അമ്മയും ഞാനും കൂടി അങ്ങോട്ട് ആ ദിവസം പോവാണ്. പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപമൊന്നുമില്ല. അപ്പോൾ ഒരു 2 മുണ്ടെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അമ്മ. അത് കഴിഞ്ഞ് മുണ്ടെടുത്ത് കൈ പിടിച്ച് ഡയലോഗ്, എന്തോ ഒരു നമ്പൂരി ഡയലോഗ് പറഞ്ഞ് സ്റ്റേജിൽ കയറ്റാൻ നോക്കിയ ആള് കയറില്ല. അവിടെ വരെ വരും, സ്റ്റേജിൻ്റെ അവിടെ വരെ കയറില്ല. അപ്പോൾ കണ്ടശങ്കടോട് കടയിൽ ഒരു മുഖം മൂടി, ഒരു ജോക്കറിൻ്റെ മുഖം മൂടി മേടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് എൻ്റെ മുഖത്ത് വെച്ചു. അപ്പം നീ സ്റ്റേജിൽ കയറിക്കോ, ഇത് പറഞ്ഞോ, നിന്റെ മുഖം ആരും കാണില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. എല്ലാ നാട്ടുകാരുടെ മുഖമൊക്കെ കുതന്ത്രം. അങ്ങനെ ഞാൻ അവിടെ സ്റ്റേജിൽ കയറി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതെ. അവിടുന്ന് തുടങ്ങി ബാലഭവന്റെ ഒരു നോട്ടീസ് അമ്മയ്ക്ക് കിട്ടി. അങ്ങനെ ബാലഭവനിൽ ഞാൻ 8ാം ക്ലാസ്സിൽ വന്ന് ചേർന്ന് ഇവിടെ മറ്റേ നാടകം, ജൂഡോ, കളരിപ്പായിട്ട് ഞാനിവിടെ ആദ്യം തുടങ്ങിയത് ഓട്ടംതുള്ളിലാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ നമ്മുടെ TV ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. ആ സാറ് ആണ് നാടകം. അപ്പോൾ അവിടുന്ന് അഭിനയം തലയ്ക്ക് പിടിച്ചു. അവിടുന്ന് തുടങ്ങിയതാണ്. സകലകലാവല്ലഭൻ എന്നുള്ള രീതിയിൽ ബാലഭവനിൽ നിന്ന് ബാലഭവനിൽ നിന്ന് എന്താ പറയാ, സകലവല്ലഭെന്നും പറയാൻ കാരണം ഇവിടെ 10-17 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഈ വെക്കേഷൻ ഇപ്പോൾ April May സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 17 വിഷയത്തിലേക്കും പോകും. അപ്പോൾ അതുപോലെ തന്നെ ഞാനും എല്ലാ വിഷയം കണ്ടറിഞ്ഞു. മൃദംഗം, വയലിൻ, എല്ലാ ഒരു തവണയെങ്കിലും വയലിനും ഒരു ഗിറ്റാറും ഒക്കെ അത് എല്ലാത്തിലും നമ്മൾ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഭാഗവാക്കായി. അപ്പോൾ ഈ എല്ലാ ഒരു വിഷയവും നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയാ, എല്ലാത്തിലും ഒന്നാം സ്ഥാനം കിട്ടണം, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം ഈ ബാലഭവനിൽ നിന്നാണ് കിട്ടിയത്. ബാലഭവൻ തന്നെയാണ് എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. ഇവിടുത്തെ മാഷന്മാര്, എല്ലാ മാഷന്മാരും എൻ്റെ വളർച്ചയില്. ആദ്യ സിനിമ
അതെ. സിനിമാ മോഹവുമായിട്ട് ഇറങ്ങി തിരിച്ച് കരിയറിലെ ആദ്യ സിനിമ റിലീസായിരിക്കുകയാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ സിനിമയിൽ തന്നെ ബാലഭവനിലെ ഒരുപാട് സുഹൃത്തുക്കൾ അതെ. ഒപ്പം ഉം. കളിച്ചും കിടപിടിച്ചും വന്നിട്ടുള്ള അതെ 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 ഒപ്പത്തിനൊപ്പം നിന്നിട്ടുള്ള എല്ലാവരും ഒരുപാട് പേര് ഇതിന്റെ ഒപ്പം വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതെ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മളെ ചില സിനിമയൊക്കെ പറയുമ്പോൾ വായിക്കുമ്പോഴൊക്കെ മാസികയിലൊക്കെ വായിക്കും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു 7-8 സുഹൃത്തുക്കൾ അതെ. പിന്നീട് സിനിമയിൽ വന്നു, അങ്ങനെ വലിയ വലിയ ആൾക്കാരായി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നടക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എല്ലാവരും കൂടി ഒന്ന് 7 പേരും കൂടി സിനിമയിലേക്ക് വരുന്നു, അതെ, അതെ. അതൊക്കെ നടക്കും. അതാണ് ഞാൻ അത് ചോദിച്ചത്. ആ- അതായത് അത് ഇപ്പോ അന്ന് തുടങ്ങുന്ന കാലത്ത് ആ. അല്ലെങ്കിൽ ഈ ബാലഭവനിൽ നമ്മൾ കരിയർ തുടങ്ങുന്ന സമയത്ത് ഒപ്പം കളിച്ച് വളർന്ന സുഹൃത്തുക്കൾ ആ. പലരും പല മേഖലയിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് അതെ അതെ പോയിട്ടുണ്ട്. അതെ. അയ്യോ പിന്നെ ഒരുമിച്ചായിരിക്കില്ല അല്ല യാത്ര അല്ല ഇല്ല ചെയ്യുന്നത്. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ ഇവരെല്ലാരും ഒന്നിച്ചു കൂട്ടി ഒരു സിനിമയിലേക്ക് അതെ, കൊണ്ടുവരുമ്പോൾ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരൺ എന്ന് പറഞ്ഞ ഒരു മറ്റേ മനസാവാചയുടെ മാസ്റ്റർ ബ്രെയിൻ അതെ കിരണാണ്. ഓക്കെ കിരൺ ആണ് എന്നെ ഏഷ്യാനെറ്റിലേക്ക് ഒരു എനിക്ക് തന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിരണ് ഒരു 10ാം ക്ലാസ് സമയത്ത് ACV അവൻ എന്താ പറയുക പ്രോഗ്രാം ചെയ്യുന്നുണ്ടായിരുന്നു. അവനവിടെ നിർത്തിയപ്പോൾ എന്നെ കയറ്റി. അത് കഴിഞ്ഞ് അവനവിടെ മറ്റേ ഏഷ്യാനെറ്റിലേക്ക് ഒരു വിളി വന്നു. ആ വിളി വന്ന ഹരി പി നായരാണ്. ഹരി പി നായർ അവനെ കൊണ്ടുവന്നിട്ട് അമ്മയും അച്ഛനും പറഞ്ഞു, കളിക്ക് നടക്കുന്ന സമയമല്ല, ഹൈദരാബാദിൽ ഒരു കോൾ സെൻറ്ററിൽ ജോലിയുണ്ട്, അപ്പോൾ അവിടേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മനസ്സോടെ എന്നെ ഏൽപ്പിച്ചു ഏഷ്യാനെറ്റിൽ. അപ്പം ഞാൻ ഏഷ്യാനെറ്റിലേക്ക് പോയി. അപ്പം അപ്പോഴും എനിക്കറിയില്ല ഈ കിരൺ ഇത്ര അധികം ആഗ്രഹമുണ്ട്, ഇങ്ങനെ മറ്റേ ഈ ആങ്കറിങ്ങിലും അഭിനയത്തിലും ഇത്ര ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയില്ല. അത് ഞാൻ ഏഷ്യാനെറ്റിൽ പോയി കുറേ പ്രോഗ്രാം ചെയ്തു. ഓട്ടോ, ഐ ലവ് യു, ജാക്ക് ആഞ്ചിൽ, അങ്ങനെ കുറേ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തു. ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊരു 10-35ഓളം ചെറിയ ചെറിയ സിനിമകൾ, ചെറിയ സിനിമകളല്ല, CB സാറിൻ്റെ പടം, കമൽ സാറിൻ്റെ പടം, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ ഞാൻ, ലോയ് സാറിൻ്റെ പടം, നിവേദ്യം, അങ്ങനെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ തുടക്കം എനിക്ക് തോന്നുന്നു കിരണാണ്. അവൻ ഒരു നടൻ എന്ന രീതിയിൽ ഈ പറഞ്ഞ പോലെ ശ്രീകുമാറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് പലയിടത്തും മീറ്റ് ചെയ്തിട്ടുണ്ട്, നാടകവേദികളാവട്ടെ, സിനിമ ലൊക്കേഷനാവട്ടെ. പക്ഷെ ഒരു സംവിധായകനായി വരുമ്പോൾ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു മാറ്റം, ഒരു എക്സ്പീരിയൻസ്? സംവിധായകൻ ഞാൻ എളുപ്പം ഏതാണ്? ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ? അല്ല, സംവിധായകൻ എന്ന് പറഞ്ഞാലേ എനിക്ക് സംവിധാനം ചെയ്യാൻ ആഗ്രഹം ഉണ്ടോയെന്ന് വെച്ചാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ പറഞ്ഞു, എടാ നീ എന്ത് ചെയ്യുകയാണെങ്കിലും ഞാൻ മുമ്പന്തിയിൽ നിൽക്കും. ഒരാൾ ആണിയായിട്ട് നിൽക്കണമല്ലോ, എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെറ്റ് വർക്ക് ആണെങ്കിൽ ആശാരി അറിയാവുന്ന ചുറ്റി പിടിച്ച് ഞാൻ അവിടെ നിൽക്കും, അവരെവരെയൊക്കെ വിളിച്ച് ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ഞാൻ 6ാം ക്ലാസ്സിലാണ് സ്വന്തമായിട്ട് എഴുതി ഒരു നാടകം ചെയ്ത് ഞാൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. സത്യമാണ്, തള്ളല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ ബാലഭവനിൽ വന്നു. പിന്നെ ഞാൻ ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഡ്രാമ ഡയറക്റ്റ് ചെയ്തു. പിന്നെ പതുക്കെ ഷോർട്ട് ഫിലിംസായി. അപ്പോൾ അങ്ങനെ പതുക്കെയാണ് ഇങ്ങനെ കിരൺ അമേരിക്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു നമുക്കൊരു പടം ചെയ്യണം. കിരണാണ് എവിടെയും ഒരു ടേണിംഗ് പോയിന്റ്. അതെ അതെ അതെ, സത്യം, കിരണാണ് ടേണിംഗ് പോയിന്റ് തന്നത്. ഈ മനസാവാച എന്ന സിനിമ, ആ സിനിമയിലേക്ക് എത്തുന്ന എങ്ങനെ? സ്റ്റോറി അല്ലെങ്കിൽ അല്ല, ഞാൻ കിരൺ വിളിച്ച് കഴിഞ്ഞപ്പോ ദിനേശ് പ്രഭാകർ, പുള്ളിക്കാരനെ ഞങ്ങൾ ഒരുമിച്ച് നമ്മളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരനെ ഞങ്ങൾ പോയി കണ്ടു. പുള്ളിയാണ് ഒരു സെഷൻ വെച്ചത്. ഒരു നല്ല ഒരു ചെറുകഥാകൃത്തുണ്ട്, മജീദ് സെയ്ദ്. ആളുടെ ഒരു കഥ എനിക്ക് നന്നായിട്ട് തോന്നി. അപ്പോൾ ആളായിട്ടൊന്ന് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആളായിട്ട് കണക്ട് ചെയ്തപ്പോൾ കള്ളരാത്രി എന്ന് പറഞ്ഞ ആളുടെ ഒരു ചെറുകഥയുണ്ട്. അത് കേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിലെ മൊത്തം കള്ളന്മാര്, എല്ലാവരും കള്ളന്മാര്. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അത് എഴുതിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റീവായിട്ട് തോന്നി. അപ്പോൾ അതിലിപ്പോൾ കിരൺ ഒരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്, മറ്റേ ദിലീഷ് ഏട്ടൻ ഒരു മെയിൻ റോള്, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ, ശ്രീജിത്ത് രവി, സായി കുമാർ, പുതിയൊരു കുട്ടി അഹാന, വിനീഷ്, പിന്നെ രംഗചേതനയിലുള്ള
ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ജയന്തി ചേച്ചി, ആൽബർട്ട്, അങ്ങനെ ഒരുപാട് പേര് ആർട്ടിസ്റ്റുകൾ. പിന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഒരു കൂട്ടായ്മയുടെ പടമായിട്ട് അത് ചെയ്യാൻ പറ്റും നമുക്ക്. ദിലീഷ് പോത്തൻ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ ഈ സിനിമയിലേക്ക് എത്തിക്കാൻ, അതായത് ഇപ്പം ദിലീഷ് ചേട്ടനെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു റൂട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സീരിയസ് ക്യാരക്ടർ ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ആർട്ടിസ്റ്റാണ്. കോമഡി അല്ലെങ്കിൽ തമാശ ക്യാരക്ടേഴ്സ് വളരെ റയറാണ് പുള്ളി. അപ്പോൾ അതൊരു വെല്ലുവിളിയായിട്ട് തോന്നിയിരുന്നു അങ്ങനെ ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ? അല്ല, നമ്മൾ ആദ്യം ദിലീഷ് ചേട്ടനെ അല്ല പ്ലാൻ ചെയ്തിരുന്നത്. നമുക്ക് ഒരു കൊച്ചുപടമായതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറേ പേരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമുക്ക് ആരും ഡേറ്റ് കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ക്യാരക്ടറിലേക്ക് ദിലീഷ് ചേട്ടനെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അപ്രോച്ച് ചെയ്തുവിടുക ചോദിച്ചപ്പോഴാണ് നമ്മുടെ കൺട്രോളർ ജിനിച്ചേട്ടൻ ചോദിച്ചപ്പോഴാണ് അപ്പോൾ ഓക്കെ എന്നാ പുള്ളിക്കാരനോട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ അസോസിയേറ്റും മറ്റേ വിഷ്ണു ഐക്യശ്ശേരി പുള്ളിക്കാരനും കൂടി ഞങ്ങൾ കർണാടകയിലേക്ക് പോവാണ്. കുംട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് സിർസി എന്ന് പറഞ്ഞ ഒരു ഗ്രാമമുണ്ട്. കുംട്ടയിൽ ഒരു 4 മണിക്കൂർ ടാറിടാത്ത വഴി, ഇപ്പം ടാറിടണമെന്ന് അറിയില്ല, ടാറിടാത്ത വഴിയിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ നമ്മൾ പോയി. നമ്മൾക്ക് ഇപ്പം നാടകത്തിലൊക്കെ ഒരു ഗ്രാമം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഗ്രാമത്തിലാണ്. അതെ. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് പുള്ളിക്കാരൻ അവിടെ ഒരു കന്നഡ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആള് ചെന്ന് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കുറച്ചൊരു ഭയമായിരുന്നു. എനിക്ക് തോന്നുന്നത് തിലകൻ സാറിനെ കാണുന്ന പോലെ ഒരു ഇതായിരുന്നു ഒരു അപ്രോച്ച്. പിന്നെ ഞങ്ങൾ സംസാരിച്ച് പറഞ്ഞപ്പോൾ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആള് എസ് മൂളി. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള നിമിഷമായിരുന്നു. അതെ. അത് ഞാൻ പുള്ളിക്കാരൻ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്. അതെ. അതുപോലെ തന്നെ ഇപ്പോ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരിൽ കൂടുതലും ബാലഭവനിലുള്ളവരും അല്ലെങ്കിൽ ഒപ്പമുള്ളവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പുതിയൊരു സംവിധായകൻ എന്ന നിലയിൽ ഈ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെ അഭിനയിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധായകനായിട്ട് അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ്? എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു? സെറ്റ് ഫ്രീ ആയിരുന്നു മൊത്തത്തിൽ? പിന്നെ ഭയങ്കര ഫ്രീ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇതില് മെയിൻ ആയിട്ടുള്ള കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരൻ, ചെറുപ്പത്തിലെ മുതൽ 5ാം ക്ലാസ് മുതൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. മ്യൂസിക് ചെയ്ത സുനിൽകുമാർ, PK സുനിൽകുമാർ ആളുണ്ടായിരുന്നതാണ്. ടിൻഡു കൺട്രോളർ, തൃശ്ശൂർ മൊത്തം കൺട്രോൾ ചെയ്തിരുന്ന ടിൻഡും ബാലവനിൽ പഠിച്ചതാണ്. കോസ്റ്റ്യൂം ബ്യൂസി ബാലവനിൽ പഠിച്ചതാണ്. പിന്നെ ആർട്ടിൽ നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്ത്, സോങ്ങിലൊക്കെ ഹെൽപ്പ് ചെയ്തത് നമ്മൾ ദേവി രതീഷ് അവരായിരുന്നു. പിന്നെ ഒട്ടുമിക്ക ഇപ്പോൾ നിതിൻ സതീശൻ, അതാണ് നമ്മുടെ കണക്കുള്ള പുള്ളിക്കാരനായിരുന്നു. അപ്പൊ നമുക്ക് എന്താ ബാലവനിൽ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നമുക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവസാനം നമ്മള് ദിലീഷ് ചേട്ടൻ പറയാ, അവസാനം ശ്രീകുമാറിന്റെ കൂട്ടുകാരനാവേണ്ടി വന്നു. എല്ലാവരും നമ്മള് ഭയങ്കര അതെ. അപ്പൊ പുള്ളിക്കാരൻ ഭയങ്കര എന്താ പറയാ ഫ്രീ ആയിട്ടായിരുന്നു. ഒരു പ്രശ്നവുമില്ല. നമുക്ക് കാണുന്ന പോലെ റൂഡല്ല പുള്ളിക്കാരൻ. ഭയങ്കര എന്താ പറയാ, നമ്മൾ പറയുന്ന കാര്യങ്ങള് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വന്നിട്ടില്ല. നമ്മുടെ മനസ്സിലുള്ളത് ഞാൻ എങ്ങനെയാണോ അത് പ്ലാൻ ചെയ്തത് അതുപോലെ ആള് ചെയ്തു. ഇന്നത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് ബിഗ് ബഡ്ജറ്റ്, കോടികൾ മറിയുന്ന ഇൻഡസ്ട്രിയായി മാറിക്കഴിഞ്ഞു. പണ്ടത്തെ പോലെ നമ്മളൊക്കെ കരിയർ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ സിനിമയിലേക്ക് വരുന്ന സമയത്തൊക്കെ 20-30 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു സിനിമ ചെയ്യാവുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നും ഇപ്പോൾ 20-30 കോടി ഉണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സിനിമ വന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയൊരു ബഡ്ജറ്റിൽ ചെറിയൊരു സിനിമ വെല്ലുവിളിയായി തോന്നിയിട്ടുണ്ടോ? എങ്ങനെയാണ്? അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഞാൻ പറഞ്ഞില്ല, കൂട്ടുകാര് പിന്നെ എന്റെ വലിയ സ്റ്റാർ വാല്യൂസ് ഇല്ല. അതെ. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു സിനിമയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് പറയാൻ. അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും എനിക്കറിയായിരുന്നു. ഞാൻ രംഗച്ചേതനെന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര്
അവർ ചെയ്യുന്ന കുറെ വർക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. ബാക്കി നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പൊ പ്രശാന്ത് അലക്സാണ്ടർ പ്രശാന്ത്, പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ സുഹൃത്താണ്. അപ്പൊ നമുക്കറിയാം അവര് എങ്ങനെയൊക്കെ ചെയ്യും, അതൊക്കെ നമുക്ക് അറിയാമായിരുന്നു. വേറെ വേറെ ഒരു അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ നമുക്ക് വലിയ വലിയ സിനിമകൾക്ക് മുമ്പിൽ നമ്മൾ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ? ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പൊ ഉണ്ടായിരുന്നു. കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞ മാർക്കറ്റ് ആണല്ലോ ഇപ്പൊ. അതെ അതെ ആ അതെ. മാർക്കറ്റിലേക്ക് നമ്മൾ അതെന്താ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഗംഭീര പടങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ 2005 തോന്നുന്നു നമ്മൾ ഇറങ്ങിയ സമയത്ത് കമൽ സാറിന് നമ്മൾ ഇറങ്ങിയ സമയത്ത് നമ്മൾ യാത്രക്കാരെ ശ്രദ്ധയ്ക്ക്, നന്ദനം, പിന്നെ കല്യാണരാമൻ, ഈ 4 പടവും ഒരേ സമയം ഹിറ്റായി ഓടി. അതെ അതെ. അതിനുശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അറിവ് കൺസെപ്റ്റ് കേട്ടോ, വെച്ചിട്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ 2024 ഈ ഒരു 4 പടം വന്നിട്ട് ഒന്നിച്ച് കിട്ടായി ഒരുമിച്ച് പോകണത് എന്ന് വെച്ചാൽ വളരെ സന്തോഷം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട്, നമ്മൾ ഇത്രയും ഈ ചെറിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയ എമൗണ്ട് ആണ്. തീർച്ചയായിട്ടും ആ എമൗണ്ടിലും ഈ നമ്മൾ എടുക്കുന്നതിന്റെ ഇരട്ടി ടെൻഷനും ഇതും അവരെടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ടാവും. ഈ ഇതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർവമായിട്ട് സിനിമ തിയേറ്ററിൽ എത്തുന്നവരെ വരെ വലിച്ച് തിയേറ്ററിൽ എത്തിക്കുന്ന വർഷവും മാസമൊക്കെ ആയി. ആ സമയത്താണ് നമ്മുടെ എൻട്രി. അപ്പോ ആൾക്കാർ തിയേറ്ററിലേക്ക് ചെറിയ പടങ്ങൾ എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് എന്താ പറയാ, നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്താ പറയാ ഒരു ഫണ്ണി, വലിയ നമ്മൾ അവകാശവാദങ്ങളൊന്നുമില്ല. അല്ല, എന്നാലും ഒരു ഫീൽ ഗുഡ് സിനിമ റിസൾട്ടാണ് നമുക്ക് തോന്നിയത്. ഫീൽ ഗുഡ് സിനിമയാണ്, ബോറിംഗ് ഇല്ല, നമ്മൾ കണ്ടിരിക്കാം. അതായത് നമ്മളൊരു തിയേറ്ററിലേക്ക് ടിക്കറ്റ് എടുത്ത് പോകണം, നമുക്ക് ആ ടിക്കറ്റിന്റെ പൈസ നഷ്ടമാകുന്നത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന. സത്യം. അപ്പൊ നമുക്ക് ഒരു കൊച്ചു പടത്തിന്റെ ഒരു ഫീൽഡില് ആൾക്കാർ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയാ കൺസെപ്റ്റുകളൊന്നും ഇല്ലാതെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു കൊച്ചു സിനിമയാണ്. ഇനി അടുത്തത്, അതായത് ഇപ്പോ ഒരു സിനിമ ചെയ്തു, സ്വപ്നം കണ്ടു, ഒരുപാട് ഓടി, ഒരുപാട് കഷ്ടപ്പെട്ടു, സിനിമയില് അഭിനേതാവായിട്ടും ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടും നാടകത്തിലും പല മേഖലയിലും വർക്ക് ചെയ്ത് ഒരു സംവിധായകനായിട്ട് വന്നിട്ട് ഇനിയിപ്പോ സംവിധായകനായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ ആണോ, അതോ ഇനി? അല്ല, ഞാൻ സംവിധാനം മുന്നോട്ട് പോകും, അതിന്റെ കൂടെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകും. മൾട്ടി ടാസ്ക് എടുക്കാനുള്ള റിസ്ക് ആണ്. അല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എന്താ പറയാ, അഭിനയിക്കാനും ഡയറക്റ്റ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്. 94 മറ്റേ മുട്ടത്തോർക്കി കഥകൾ എന്ന സീരിയലിലൂടെയാണ് ഒരു തല കാണിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോ ഡയറക്ടർ എന്ന രീതിയിൽ വന്നിട്ട് ഫസ്റ്റ് ഫിലിം ആണല്ലോ. ഇനി അങ്ങോട്ട് ഡയറക്ടർ ആയിട്ട് എനിക്ക് കുറച്ച് നല്ല സിനിമകള് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹം. അതെ, അല്ല, നമുക്ക് ഇതിൽ ഈ ഇപ്പോ അവസാനം ഇപ്പൊ എടുത്ത മനസ്സാവാച പോലത്തെ ചിത്രങ്ങൾ അത് കുറച്ചുകൂടെ ഭംഗിയാക്കി ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇനി അടുത്ത സിനിമകൾ വരുമ്പോഴും ഇതുപോലെ തന്നെ ബാലഭവനിലുള്ള സുഹൃത്തുക്കളെയും ഒപ്പം കൂട്ടി തന്നെ മുന്നോട്ട് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്യാരക്ടർ നമുക്ക് മനസ്സിലൊരു സംഭവം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ കള്ളൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ പോലീസുകാരൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, നമുക്ക് ആ ആപ്റ്റ് ആവുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആളെ പിക്കപ്പ് എന്തായാലും എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പോലീസിന്റെ വെയിറ്റിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ദിലീഷ് പോത്തൻ പറയുന്നുണ്ട്, മറ്റേ ധാരാവിയിലെ പോലീസ് സ്റ്റേഷനിൽ മിനിമം 80 കിലോയാണ് പോലീസുകാരുടെ തൂക്കം. അപ്പൊ ശ്രീധരേജ് ചോദിക്കുന്നുണ്ട് മറ്റേ പോലീസുകാരനോട്, നിന്റെ തൂക്കം എത്രയാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ വളരെ 60 സംതിങ് ആണ് പറയണത്. അപ്പം നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ പോലീസ് ലുക്കുള്ള അവരാണെങ്കിൽ പോലും അവർ ചിലപ്പോ 87 80 വെയിറ്റ് ഉള്ള ആൾക്കാരായിരിക്കും. പക്ഷെ എനിക്ക് അവരെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ അവര് പിണങ്ങും,
അതെ. അത് സിനിമ ചെയ്യുമ്പോ അത് ഇപ്പൊ ഈ സ്ക്രിപ്റ്റില് ഉം. ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഉം. എന്തെങ്കിലും ഇന്റർഫിയറോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതോ സ്ക്രിപ്റ്റ് മൊത്തം ടോട്ടലി സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഒരു അല്ല നമ്മള് പറയുന്ന കാര്യങ്ങള് പുള്ളിക്കാരൻ എടുത്തിരുന്നു. നമ്മള് വർക്ക് ചെയ്ത് വരുമ്പോ നമുക്ക് ഓരോ നമ്മുടെ ഓരോ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരുന്നു. ഒരു പ്രശ്നം മീൻസ് ഞാൻ ചോദിച്ചത് ഇപ്പൊ നമ്മളുടെ ലൈഫിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു കോമഡി സിനിമ ആകുമ്പോൾ നമ്മളെ ജീവിതത്തിൽ ഞാൻ ചെറിയ ചെറിയ comedy കാര്യങ്ങൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇത് മൊത്തം മോഷണ പരിപാടികളാണ്. അപ്പൊ അത് വെച്ചിട്ട് വേറൊരു സിനിമ പ്രതീക്ഷിക്കാന്നാണ് പറയുന്നത്. ഒരുപാട് എക്സ്പീരിയൻസുകളും ഇതൊക്കെ വെച്ചിട്ട് അല്ല, മറ്റൊരു സിനിമ എനിക്ക് ഫണ്ണി സിനിമകള്, ചിരിപ്പിക്കുന്ന സിനിമകളാണ് ഇഷ്ടം. തിയേറ്ററിൽ വന്നിരുന്ന് പ്രേക്ഷകരെ അതെ, ടെൻഷൻ അതെ, അടിപ്പിക്കാൻ അതെ, അതെ, താല്പര്യമില്ല. അതെ, അവര് ചിരിച്ചുല്ലസിച്ച് പോകണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അത് എനിക്കിഷ്ടം. ചിരിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്കതാ ഇഷ്ടം. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈ സിനിമ കണ്ട് ആളുകൾ ചിരിക്കുന്നില്ല. അതെ, അതെ, അതെ. ഇത് ചിരിക്കുന്നുണ്ടെങ്കിൽ ഇനിയുള്ള സിനിമകൾ അതെ. ചിരിപ്പിക്കാൻ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയാം. അത് കുഴപ്പമുള്ള കാര്യമല്ല. ശ്രീകുമാർ പൊടിയൻ, ഉം. അതെന്താണ് അങ്ങനെ ഒരു പേര്? പൊടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടുപേരാണോ അതോ വേറെ എന്തെങ്കിലും? വീട്ടുപേരല്ല, അത് എന്റെ അച്ഛന്റെ പേരാ. എല്ലാരും ഇങ്ങനെ ചോദിക്കും, ശ്രീകുമാർ ഇതുവരെ കേട്ടില്ലോ, ശ്രീകുമാർ പി എന്നാണ് കണ്ടിട്ടുള്ളൂ, ശ്രീകുമാർ എന്താ പൊടിയൻ എന്താ ചോദിച്ചാൽ ഞാൻ പറഞ്ഞ എന്റെ അച്ഛന്റെ പേരാണ്. പെട്ടെന്ന് പൊടിയൻ എന്ന് പറയുന്ന ഒരാളുടെ പേരായിട്ട് പെട്ടെന്ന് അപ്പൊ strike ചെയ്യില്ല. ഞാൻ പറഞ്ഞ എന്റെ അച്ഛന്റെ പേര് പറഞ്ഞ പിന്നെയും ഡൗട്ട് അടിക്കുന്നു പറഞ്ഞു. അപ്പൊ അച്ഛന്റെ പേര് ദൈവത്താണെന്നാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ ശരി ശരി. അപ്പൊ ശ്രീകുമാർ പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എന്താ പറയാ, ശ്രീകുമാർ ഒരുപാട് പേരുണ്ടല്ലോ ഫീൽഡില്. ഒരുപാട് ശ്രീകുമാർ. അതെ, 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 അതെ. അപ്പൊ ഒരു അച്ഛന്റെ പേരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടത്. പുതിയ സിനിമകൾ ഇനി ചെയ്യുമ്പോൾ അത് അല്ലെങ്കിൽ ഇനി അടുത്ത പ്ലാൻ എങ്ങനെയാണ്? പുതിയ സിനിമകൾ പ്ലാൻ ചെയ്തു? പുതിയ സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് വലയങ്ങളിൽ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് അതിൻ്റെ സ്റ്റോറികളാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ കുറെ കോമഡി ഉള്ള കഥകൾ വേണമെന്നുള്ളതാണല്ലോ അല്ലേ? നമുക്കൊരു നല്ല ത്രെഡ് കിട്ടിയാൽ മതി. അപ്പൊ ഈ കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നല്ല ത്രെഡ് ഉണ്ടെങ്കിൽ. എങ്ങനെയാണ് ഇപ്പോൾ ശ്രീകുമാർ പൊടിയൻ എന്ന പുതിയ സംവിധായകന്റെ അരികിലേക്ക് എത്താൻ അല്ലെങ്കിൽ സംവിധായകനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? അല്ല, ഞാൻ എൻ്റെ മെയിൽ ഐ ഡി തരാം. അപ്പോൾ അതിലേക്ക് അയച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്താ പറയുക, കഥകൾ എന്താ പറയുക എഴുതി വെച്ച് സ്ക്രിപ്റ്റായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പുതിയൊരു അവസരം തരാം, അല്ലേ? അതെ, തീർച്ചയായിട്ടും. സ്റ്റോറി ഷോയിലൂടെ ഈ ഇൻ്റർവ്യൂ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു അവസരം ഞങ്ങളുടെ പുതിയ സംവിധായകൻ ശ്രീകുമാർ പൊടിയൻ തന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനോട് കഥ പറയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ത്രെഡ് ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് പറയാൻ ഒരവസരമുണ്ട്. അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുന്നതാണ്. അദ്ദേഹത്തിന് മെയിൽ ചെയ്യാം. അദ്ദേഹം അത് വായിച്ച് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇനിയും ഒരുപാട് വലിയ സിനിമകൾ, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്യാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയുള്ള സിനിമകളിലും സ്റ്റോറി ഷോയും ഞങ്ങളുടെ പ്രേക്ഷകരും നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ, സ്റ്റോറി ഷോ എന്ന ചാനലിന് ഞാൻ എല്ലാവിധ ആശംസയും നേരുന്നു. എൻ്റെ സുഹൃത്ത് പ്രതീക്, സാഗർ സലീമായിട്ട് ഞാൻ മുൻപ് വാദ്യാർ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ 10 വർഷം മുമ്പ് ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാഗർ സലീം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കലാകാരന്മാർ ഉണ്ടെങ്കിൽ, റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ, നല്ല ഒരു ത്രെഡുമായിട്ട് ഞാൻ അതിൻ്റെ മെയിൽ ഐ ഡി ഞാൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനസാ വാച ഇപ്പോൾ തിയേറ്ററുകളിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം. വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോരുത്. അപ്പോൾ നിങ്ങൾക്കിത് ഈ സിനിമ ഇഷ്ടാവും. ഞങ്ങളുടെ കൊച്ചു സിനിമയാണ്. എല്ലാവരും അത് കണ്ട് വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടി, സ്റ്റോറി ഷോയ്ക്ക് വേണ്ടി, സ്റ്റോറി ഷോയുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ വിലപ്പെട്ട ഈ സമയം, കുറച്ച് സമയം ഞങ്ങൾക്ക് തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും അടുത്തൊരു ദിവസം മറ്റൊരു സിനിമയുമായി, മറ്റൊരു സിനിമയുടെ വിശേഷമായി നമുക്ക് ഇനിയും കാണാം. ഓക്കെ, താങ്ക് യു.